പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്തൊരു താരം കൂടിയാണ് നിഹാൽ. നിലവിൽ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് താരത്തിനെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ടീമിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സിലിസ് പോലത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നിഹാൽ സുധീഷിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് എഫ്സിയിലേക്ക് അയച്ചേക്കും. താരം അടുത്ത സീസണിൽ പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലായിരിക്കും കളിച്ചേക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാൻ നിഹാലിന് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ 8 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും ഒരു അസിസ്റ്റും താരത്തിന്റെ പേരിലുണ്ട്. മിക്ക മത്സരങ്ങളിലും പകരക്കാരനായിട്ടായിരുന്നു നിഹാൽ കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു വാർത്ത നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലൻഡിലെ പ്രീ സീസൺ ഉടനെ തന്നെ ആരംഭിച്ചേക്കും. പ്രീ സീസണിന് മുന്നോടിയായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അൺഒഫീഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ടീമിലെ ഗോൾ കീപ്പേഴ്സ് ആയിട്ട് സ്ക്വാഡിലുള്ളത് സച്ചിൻ സുരേഷ്, സോംകുമാർ, നോറ ഫെർണാണ്ടസ്, അർബാസ്, മുഹമ്മദ് ജാസിൻ എന്നീ പ്ലേയേഴ്സ് ആണ്. ഡിഫൻഡേഴ്സ് ആയിട്ട് പ്രീതം കോട്ടാൽ, ഹോർമിപ്പാൻ റീവ, ബിജോയ് വർഗീസ്, മിലോസ് ത്രിൻസിസ്, ഐബൻ ദോഹ്ലിക്, ലിഗ്മബം രാകേഷ്, പ്രബീർ ദാസ്, നവോച്ച സിംഗ്, സന്ദീപ് സിംഗ്, അരിത്രദാസ്, മാർവൻ ഹുസൈൻ, തോമസ് ചെറിയാൻ, മുഹമ്മദ് സഹീഫ് എന്നീ താരങ്ങളാണ് ഡിഫൻഡേഴ്സായിട്ട് സ്ക്വാഡിലുള്ളത്. മിഡ്ഫീൽഡേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്രെ ലൂണ, ജീക്സൺ സിംഗ്, ബിപിൻ മോഹനൻ, മുഹമ്മദ് ഹസർ, ഫ്രെഡി, യൊയ്ഹൻബ മെയ്റ്റെ, ഡാനിഷ് ഫറൂഖ്, സൗരവ് മണ്ഡൽ, ലാൽത്തൻ മാവിയ, ബ്രൈസ് മിറാണ്ട, മുഹമ്മദ് ഐമൻ, നിഹാൽ സുധീഷ്, രാഹുൽ KP, ബികാസ് സിംഗ്, കൊറു സിംഗ്, എബിൻ ദാസ് എന്നീ താരങ്ങളാണ് മിഡ്ഫീൽഡേഴ്സായിട്ട് ടീമിലുള്ളത്. ഫോർവേഡുകളായിട്ട് ടീമിലുണ്ടാവാൻ ചാൻസ് ഉള്ളത് ക്വാമി പെപ്പറ, ഇഷാൻ മണിത, ജോഷു സൊറ്റീരിയോ, മുഹമ്മദ് അജിസൽ, MS ശ്രീകുട്ടൻ എന്നീ താരങ്ങളായിരിക്കും ഫോർവേഡ്സ് ആയിട്ട് ടീമിലുണ്ടാവുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ സ്ക്വാഡിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. അടുത്തൊരു വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് നോവയുടെ അനൗൺസ്മെന്റ് എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും വരാത്തത് എന്നുള്ളത്. നോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തെങ്കിലും അനൗൺസ്മെന്റ് ഇത്രയധികം ഡിലേ ആവുന്നത് ആരാധകർക്ക് അല്പം ആശങ്ക നൽകുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ലഭിച്ചുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജൂലൈ 1, അതായത് ഇന്ന് മുതൽ നോവ ഒരു ഫ്രീ ഏജന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അനൗൺസ്മെന്റ് എപ്പോൾ ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ ടീം ഇനിയും ഒരുപാട് ഡിലേ ആക്കുമോ എന്നുള്ളതാണ് സംശയം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.